കോഴിക്കോട് പോലീസ് പരിശോധനയ്ക്കിടെ MDMA അടങ്ങിയ കവർ വിഴുങ്ങിയതിനെ തുടർന്ന് മരിച്ച ഷാനിദിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. ഷാനിദുമായി അടുപ്പമുള്ളവരുടെ മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത്. അഭിജിത്ത്, എന്താ പറയുക, ഏറെ സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് MDMA അടങ്ങിയ, അതെ തീർച്ചയായിട്ടും MDMA വിൽക്കുന്നത് അതെല്ലാം വലിയ തെറ്റാണ്. പക്ഷേ ഇങ്ങനെ ഒരു മരണം അത് ഏറെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്തായാലും ഈ MDMA അടങ്ങിയ കവർ വിഴുങ്ങിയതിനെ തുടർന്നാണോ ഷാനിദിന്റെ മരണം എന്നുള്ളത് സംബന്ധിച്ചൊരു തീരുമാനത്തിൽ എത്തേണ്ടതുണ്ട്. അതിൻ്റെ ഒരു നിർണായകമായ കണ്ടെത്തൽ നടത്തേണ്ടതുണ്ട്. അപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ എങ്ങനെയായിരിക്കും, എപ്പോഴാകും പോസ്റ്റ്മോർട്ടം നടക്കുക, ഒപ്പം തന്നെ എങ്ങനെയാണ് ഈ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്? പ്രവിത ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഷാനിദ് 2 കവർ MDMA വിഴുങ്ങി എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഉയർന്ന അളവിലുള്ള രാസലഹരി ഷാനിദിന്റെ വയറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. വയറ്റിനകത്ത് വെച്ച് ഈ കവറുകൾ പൊട്ടി MDMA ശരീരത്തിൽ കലർന്നിട്ടാണോ മരണം സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇന്നൊരു വ്യക്തത വരും. രാവിലെ 10:30 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. മറ്റൊരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഷാനിദുമായി അടുപ്പമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് നീക്കം നടത്തുന്നുണ്ട്. ഷാനിദ് നേരത്തെ തന്നെ പല കേസുകളിലും പ്രതിയാണ്. താമരശ്ശേരി, കോടഞ്ചേരി സ്റ്റേഷനുകളിൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഷാനിദ് പ്രതിയാണെന്ന് പോലീസ് പറയുന്നു. ഷാനിദ് നേരത്തെ തന്നെ ഇത്തരം ലഹരി ഇടപാടുകൾ നടത്തിയെന്ന പരാതി നാട്ടുകാരുടെ ഭാഗത്തുനിന്നും പോലീസിന് ലഭിച്ചിരുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കുന്നത്. ഈ ലഹരി ഇടപാടുകളിൽ പങ്കെടുത്തവരുടെ, ഷാനിദിന് ഇതൊക്കെ നൽകിയവരുടെയൊക്കെ അവരിലേക്കൊക്കെ എത്താനുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഇയാൾ ഗൾഫിലായിരുന്നു. ആ ഗൾഫിലുള്ള ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തിയ ശേഷമാണ് ഷാനിദ് ഇത്തരത്തിൽ ലഹരി കച്ചവടത്തിലേക്ക് കടക്കുന്നത്, ലഹരി ഇടപാടുകളിലൊക്കെ സജീവമാവുകയും ചെയ്യുന്നത്. ഈ സംഭവം ഉണ്ടാകുന്നത് വെള്ളിയാഴ്ച രാത്രിയോടുകൂടിയാണ്. പോലീസിന്റെ ഒരു പട്രോളിങ്ങിനിടയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഷാനിദിനെ കാണുന്നു. തന്നെ പോലീസ് കണ്ടു എന്നറിയുമ്പോൾ ഷാനിദ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പോലീസ് പിന്നാലെ ഓടി ഇയാളെ സാഹസികമായി പിടികൂടി. അപ്പോഴാണ് തൻ്റെ കൈവശമുണ്ടായിരുന്ന MDMAയുടെ കവറുകൾ താൻ വിഴുങ്ങി എന്നുള്ള കാര്യം പോലീസിനോട് ഇയാൾ വെളിപ്പെടുത്തുന്നത്. തുടർന്ന് ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നു, പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നു. എൻഡോസ്കോപ്പി നടത്തിയപ്പോഴാണ് ഈ ക്രിസ്റ്റലിന് സമാനമായ ചില വസ്തുക്കൾ ഇയാളുടെ ശരീരത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സൂചന വരുന്നത്. പിന്നീട് അത് MDMA ആണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാവിലെ 11 മണിയോടുകൂടിയാണ് ഷാനിദിന്റെ മരണവും സംഭവിക്കുന്നത്. ഏതായാലും എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു ഉത്തരം, അല്ലെങ്കിൽ അതിലൊരു വ്യക്തത ഈ പോസ്റ്റ്മോർട്ടം കഴിയുന്നതോടുകൂടി തന്നെ ഉണ്ടാകും. 10:30 മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കാനിരിക്കുകയാണ്.